നമസ്കാരം തിരുമേനി. നമസ്കാരം. ഞങ്ങൾ കുറച്ച് ദൂരെ നിന്ന് വരാം. ആ, അത് കണ്ടപ്പോഴേ ബോധ്യായി. താന്നിയൂരമ്മയുടെ ക്ഷേത്രം നമ്മുടെ നാട്ടില്. ആഹാ. ഇത് സൂര്യ സാർ. താന്നിയൂരമ്പലം ഇവരുടെ കുടുംബക്ഷേത്ര. ഓ, അപ്പോ പിൻതലമുറ മൂലസ്ഥാനം തേടി വന്നതാണല്ലേ? സർ, ഇതാ താന്നിയൂരമ്മയുടെ മൂലസ്ഥാനം. ഇവിടെ നിന്ന് എഴുന്നള്ളിയ ദേവി ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് വന്നിരുന്നതെന്നാണ് ഐതിഹ്യം. എത്ര കാലമായിട്ട് ആഗ്രഹിക്കുന്നറിയോ ഇവിടെ ഒന്നും തൊഴാൻ. തിരുമേനി തെറ്റിദ്ധരിക്കണ്ട. ഇവിടെ എത്തുന്നത് വരെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ഓർമ്മയില്ലായിരുന്നു. തിരുമേനി പ്രത്യേക പൂജ നടത്തണം, വിളക്കം തെളിയിക്കണം. അതിനാ ഞങ്ങൾ വന്നത്. ആയിക്കോട്ടെ, പേരും നാളും പറഞ്ഞോളൂ. യതീന്ദ്രദാസ് തിരുവോണം നക്ഷത്രം, പത്മ പുണർദ നക്ഷത്രം. ഓ, താന്നിയൂരമ്മയുടെ ഭക്തര് ഒരിക്കലെങ്കിലും ഇവിടെ വരാൻ കൊതിക്കും. അല്ലടോ, അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ നാള് തനിക്ക് എങ്ങനെ അറിയുന്നത്? അതെ, ഞങ്ങളീ പെണ്ണുങ്ങളുടെ പ്രത്യേകതയാ സർ. ജന്മനാളൊക്കെ എങ്ങനെയായാലും ഞങ്ങൾ അറിഞ്ഞിരിക്കും. മനസ്സിലായി മനസ്സിലായി. അമ്മായി അമ്മയും അമ്മായി അച്ഛനുമായിട്ട് നാൾ പൊരുത്തമുണ്ടോ നോക്കണമല്ലോ അല്ലേ? അത് നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. യതീന്ദ്രൻ സാറുമായിട്ട് പൊരുത്തമുണ്ട്, പത്മമ്മയുടെയായിട്ട് പൊരുത്തമില്ല. പിന്നെന്താ കൂടുതൽ നോക്കാൻ? സാർ തൊഴുതോ. പ്രസാദം. ഇനി എല്ലാ ദീപങ്ങളും തെളിയിച്ചോളൂ. അച്ഛൻ്റെ അമ്മയുടെ നല്ലതിനു വേണ്ടി പ്രാർത്ഥിച്ച് തിരിതെളിച്ചോ. അങ്കിളിന്റെ ഭക്തി കുറച്ച് കൂടിപ്പോയി. ഈ കാട്ടിനകത്ത് ക്ഷേത്രത്തിൽ വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? ആന്റി ആകപ്പാടെ തളർന്നു. ആന്റി ഇരിക്കണമെങ്കിൽ പറയണേ. അയ്യോ ആന്റി സൂക്ഷിച്ച്, ദേഹത്ത് കൊണ്ട പ്രശ്നമാണ്. ആന്റി സൂക്ഷിച്ച്. എന്റെ ആന്റിയെ ഞാൻ സംരക്ഷിക്കും. ആന്റി ഈ മുള്ളും പ്രശ്നമാണ്. വിളക്ക് കൊളുത്തിയവർ അത് അണയും വരെ ക്ഷേത്ര സന്നിധിയിൽ ഉണ്ടാവണമെന്നാണ് ആചാരം. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് തിരുമേനി. ഞങ്ങള് പുറം കാഴ്ചകളൊക്കെ കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു വിരോധമില്ല. വരൂ സർ, കാട്ടിലെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമായിരിക്കും. വാ. അങ്കിളെ, ഇത് ഒരുപാട് ദൂരം ഉണ്ടല്ലോ. ദേവിയുടെ മൂലസ്ഥാനത്തേക്കാ പോകുന്നത്. ഞങ്ങള് തന്നെ ഇവിടെ 2-3 തവണ വന്നിട്ടുള്ളൂ. ആന്റി കാട്ടുവള്ളിയാണ്. എന്തായാലും സൂക്ഷിച്ച്. ഇങ്ങോട്ടൊരു യാത്രയുണ്ടെന്ന് നന്ദിനികൾക്ക് പറയാതിരുന്നത് നന്നായി. അല്ലെങ്കിൽ അവൾ അപ്പൊ തുടങ്ങിയനെ. താന്നിയൂരമ്മ അവളുടെ സ്വന്തമാണല്ലോ. മമ്മി, അത് ശരിയാ ആന്റി. അവള് താന്നിയൂരമ്മയെ കൊട്ടേഷൻ എടുത്ത് കയ്യിൽ വെച്ചിരിക്കുകയാണല്ലോ. പത്മ, കൈ പിടിച്ചോ. ആരെ എപ്പോ ഒഴിവാക്കണമെന്ന് എനിക്കറിയാം. ഞാനേ ആദ്യം ഇതിനെയൊക്കെ ഒന്ന് ഒഴിവാക്കട്ടെ, എന്നാലേ ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റൂ.